വാലറ്റ് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കൂ. അതിപ്പോൾ എം ടി ആണോ? അതിൽ തീരെ പൈസ ഇല്ലേ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേ. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വാലറ്റിൽ പൈസ എന്തെങ്കിലും ഉണ്ടോയെന്ന്. എം ടി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു മെസ്സേജ്, ഒരു ഡേഞ്ചറസ് മെസ്സേജ് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് ആ മെസ്സേജ്? എൻ്റെ കയ്യിൽ തീരെ പണമില്ല, ഞാൻ ഫൈനാൻഷ്യലി വീക്കാണ്. ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മൈൻഡ് അത് സത്യമാണെന്ന് വിശ്വസിച്ചു തുടങ്ങും. നമ്മുടെ കയ്യിൽ തീരെ പണമില്ലെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇന്നു മുതൽ നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്ക് പറ്റാവുന്ന എത്രയെങ്കിലും ഒരു 2000 രൂപ നിങ്ങൾ അടുക്കി വെക്കണം. അപ്പോൾ ചിലർ പറയും എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. നിങ്ങളിൽ എത്രയാണെന്നുള്ളത് 500ഓ 100ഓ 50ഓ എത്ര പൈസയാണ് നിങ്ങൾക്ക് ആ പേഴ്സിൽ വെക്കാൻ പറ്റുന്നത്, അത് നിങ്ങൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. മണി ഫ്ലോ അട്രാക്റ്റ് ചെയ്യാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഉറപ്പായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ ഒന്ന് കാണൂ. കാരണം അവസാനം ഞാനൊരു പവർഫുൾ ഡെയിലി മണി റിച്വൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ കുറിച്ചാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ക്യാമറ പോലെയാണ്. നിങ്ങൾ എന്ത് റിപ്പീറ്റ് ചെയ്യുന്നോ, എന്ത് ഫീൽ ചെയ്യുന്നോ, നിങ്ങൾ നിരന്തരം എന്ത് വിഷ്വലൈസ് ചെയ്യുന്നോ, അതെല്ലാം ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡ് ചെയ്യും. നിങ്ങൾ ദിവസവും വാലറ്റ് തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് എം ടി സ്പേസ് മാത്രമേ ഉള്ളൂ എങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്താ ചിന്തിക്കുക? അതിലൊന്നുമില്ല. ലാക്കാണ് അതിന് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് ചിലർ ഇങ്ങനെ പറയാറ്, മണി അട്രാക്ട്സ് മണി, പണം പണത്തെ ആകർഷിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സിൽ ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് ആകർഷിക്കുക? അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മണി അട്രാക്ട്സ് മണി എന്ന് വെച്ചാൽ അതൊരു മാജിക് അല്ല, ആക്ച്വലി അതൊരു മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വേർഡ്സിനേക്കാൾ കൂടുതൽ ഇമേജസും ഫീലിങ്സും ആക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ വാലറ്റ് തുറക്കുമ്പോൾ അതിൽ ഒന്നുമില്ലെങ്കിൽ മൈൻഡ് എന്ത് പറയും? എം ടി ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു ലാക്ക് ഫീലിംഗ്, നോട്ട് ഇനഫ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് വരിക. ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷേ റിപ്പീറ്റഡ് ഫീലിംഗ്സ് ബിക്കംസ് ബിലീവ്സ്, ബിലീവ്സ് ബിക്കം മൈൻഡ് സെറ്റ് സ്ലോലി ബിക്കംസ് റിയാലിറ്റി. അതുകൊണ്ടാണ് ചിലർക്ക് പണം വന്നാലും നിലനിൽക്കാത്തത്. പിന്നെ അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ ഒരു ഡെയിലി ഹാബിറ്റ് തുടങ്ങും. എന്താണ് ആ ഡെയിലി ഹാബിറ്റ്? നിങ്ങളുടെ വാലറ്റ് ഒരിക്കലും എം ടി ആക്കരുത്. അതിൽ കുറച്ച് പണം അങ്ങനെ നല്ല വൃത്തി വെക്കുക. ഒരു മിനിമം ഒരു 2000 റുപ്പീസ് എങ്കിലും നിങ്ങൾ അതിൽ തിരികെ വെക്കുക. അപ്പോൾ നിങ്ങളിൽ ചിലർ പറയും എൻ്റെ കയ്യിൽ എത്ര പൈസ ഇല്ല. എത്രയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത്? 500, 200, 100. അത് നിങ്ങൾ നല്ല വൃത്തിക്ക് ആ ഒരു പേഴ്സിൽ അടുക്കി വെക്കുക. അതിനെ റെസ്പെക്റ്റോടു കൂടി സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം വാലറ്റ് തുറക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു മെസ്സേജ് നമ്മുടെ മനസ്സിലുണ്ടാവും. എന്താണ്? എൻ്റെ കയ്യിൽ പണമുണ്ട്, മണി സ്റ്റേസ് വിത്ത് മീ. ആ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മണി ഹേറ്റ്സ് ഫിയർ, മണി ഓൾവേസ് ഫ്ലോസ് ടുവേർഡ്സ് ട്രസ്റ്റ്, ഗ്രാറ്റിറ്റ്യൂഡ്. ട്രസ്റ്റും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഉള്ളിടത്തേക്കാണ് മണി ഫ്ലോ ചെയ്യൽ. അപ്പോൾ വാലറ്റ് നോക്കി നിങ്ങൾ പരാതി പറയുന്നത് നിർത്തണം. എന്നിട്ട് എന്ത് പറയണം? വാലറ്റ് നോക്കിയിട്ട് നിങ്ങൾ പറയണം, എൻ്റെ കൈകളിലേക്ക് ഇന്ന് വരെ വന്ന പണത്തിന് നന്ദി. താങ്ക് യു ഫോർ ദി മണി ഐ ഓൾറെഡി ഹാവ്. നന്ദി പറയുന്ന മൈൻഡ് സ്ലോലി ഫിയർ വിട്ട് അബണ്ടൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ബൈബിൾ, ഭഗവത്ഗീത ഒക്കെ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നന്ദിയുള്ള ഹൃദയം ലാക്കിൽ നിന്ന് അബണ്ടൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എവറി മോർണിംഗ് നിങ്ങൾ പൈസ കയ്യിലെടുത്ത് ഇങ്ങനെ കണ്ണുകൾ അടച്ച് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. മണി ഫ്ലോസ് ടു മീ ഈസിലി, ഐ ലവ് മണി, ഐ റെസ്പെക്ട് മണി, മൈ ലൈഫ് ഈസ് ബിക്കമിങ് റിച്ചർ ഡേ ബൈ ഡേ. എന്നിലേക്ക് പണം നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നു. പണം സമ്പാദിക്കാനുള്ള വിവിധ മാർഗങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വേർഡ്സ് മാത്രമല്ല ചേഞ്ച് ഉണ്ടാക്കുന്നത്, ആ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഇമോഷനാണ്. ആക്ച്വലി ഫീലിംഗ് ഈസ് ദി സീക്രട്ട്. മൈൻഡ് ഓൾറെഡി റിച്ച് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആക്ഷൻ മാറും, നിങ്ങളുടെ കോൺഫിഡൻസ് മാറും, നിങ്ങളുടെ ഡെസിഷൻ മാറും, എനർജി മാറും. റിമെമ്പർ, റിച്ച്നെസ് ആദ്യം വാലറ്റിൽ വരുന്നതല്ല, അതെവിടെയാണ് വരുന്നത്? മനസ്സിലാണ് ആദ്യം ജനിക്കുന്നത്. എം ടി വാലറ്റിനേക്കാൾ ഭയങ്കര ഡേഞ്ചറസ് ആണ് എം ടി മൈൻഡ് സെറ്റ്. നിങ്ങളെ പാവപ്പെട്ടത് എന്ന് റിപ്പീറ്റഡ്ലി കൺവിൻസ് ചെയ്താൽ
ലൈഫ് അതിൻ്റെ പ്രൂഫ് കാണിക്കും. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് ഫീലിംഗ് ചെയ്യാൻ പഠിച്ചാൽ ലൈഫ് പുതിയ പുതിയ ഒരുപാട് ഡോർസ് നിങ്ങൾക്ക് മുന്നിൽ തുറക്കും. മണി ഒരു പേപ്പർ മാത്രമല്ല, അതുമായി ഇമോഷൻസ് അറ്റാച്ച് ആയിരിക്കും. ചിലർക്കത് ഭയങ്കര ഫ്രീഡം ആയിരിക്കും, ചിലർക്കത് ഫിയർ ആയിരിക്കും. നിങ്ങൾ ദിവസവും വാലറ്റ് തുറക്കുമ്പോൾ ഒന്നുമില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സ്ലോലി ബിലീവ് ചെയ്യും. എന്ത് ബിലീവ് ചെയ്യും? ഞാൻ ഫൈനാൻഷ്യലി ഭയങ്കര വീക്കാണ്. അപ്പോൾ നമ്മളത് റിപ്പീറ്റഡ്ലി ഫീൽ ചെയ്യുമ്പോൾ വി സ്ലോലി ബിക്കം ദാറ്റ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഒരു പ്രോമിസ് ചെയ്യണം. എന്ത് പ്രോമിസ്? നിങ്ങളുടെ വാലറ്റ് ഒരിക്കലും എംപ്റ്റി ആക്കൂല, മണീനെ ഹെയ്റ്റ് ചെയ്യില്ല, ഫിയർ ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യും. ആൻഡ് എവറി സിംഗിൾ ഡേ ഐ വിൽ ട്രെയിൻ മൈ മൈൻഡ് ഫോർ അബണ്ടൻസ്. ഇന്ന് മുതൽ ഒരു ചെറിയ ചേഞ്ച് ചെയ്യും. വാലറ്റ് ഒരിക്കലും കംപ്ലീറ്റ്ലി എംപ്റ്റി ആക്കരുത്. നിങ്ങൾക്ക് പറ്റാവുന്ന എത്രയാന്ന് വെച്ചാൽ പൈസ അതിലെങ്ങനെ അടുക്കി വെക്കണം, നല്ല ഭയങ്കര നീറ്റായിട്ട് വെക്കണം. പക്ഷേ അതിനൊരു എമർജൻസി മണി പോലെ കാണരുത്. എന്തായിട്ട് കാണണം? ഒരു അബണ്ടൻസ് സിമ്പിളായി കാണണം. വാലറ്റ് തുറക്കുമ്പോൾ അപ്പോൾ മൈൻഡിനൊരു മെസ്സേജ് കിട്ടും, ഞാൻ എംപ്റ്റി അല്ല, എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, എൻ്റെ കയ്യിൽ പണമുണ്ട് എന്ന ഒരു ചിന്ത വരും. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ ഡെയിലി അഫർമേഷൻസ് കമൻറ്റിൽ എഴുതൂ. ഐ ആം റെഡി ഫോർ അബണ്ടൻസ്, ഐ ആം റെഡി ഫോർ അബണ്ടൻസ്. ഇന്ന് മുതൽ ഈ നിങ്ങളുടെ വാലറ്റ് തുറക്കുമ്പോൾ ഈ വേർഡ്സ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യൂ. മണി ഈസ് ഫ്ലോയിങ് ഇൻ ടു മൈ ലൈഫ്, ഐ എൻജോയ് ഫൈനാൻഷ്യൽ ഫ്രീഡം, ഐ അട്രാക്ട് മണി ഡെയിലി. അപ്പം നിങ്ങളുടെ മനസ്സ് ആദ്യം ഡൗൺ ചെയ്യും. പക്ഷേ റെപ്പറ്റീഷൻ ക്രിയേറ്റ്സ് ബിലീഫ്, ബിലീഫ് ക്രിയേറ്റ്സ് ആക്ഷൻസ്, ആൻഡ് ഫൈനലി ആക്ഷൻ ചേഞ്ചസ് ലൈഫ്. ഇത് ഒരു എന്താണ്, ഈ ഒരു ഹാബിറ്റ് മാജിക് അല്ല, പകരം ഇത് നിങ്ങളുടെ എനർജി തന്നെ മാറ്റും. ഫിയറിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് മാറും. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൽ നിന്ന് ആ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കും. റിമെമ്പർ, റിച്ച് പീപ്പിൾ ആദ്യം റിച്ചായി തിങ്ക് ചെയ്യാൻ പഠിച്ചു, അതിനുശേഷമാണ് അവർ വെൽത്ത് ബിൽഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? പൈസ ആദ്യം വാലറ്റിലേക്ക് വരില്ല. എവിടത്തേക്കാണ് വരും? ആദ്യം നമ്മുടെ മൈൻഡിലേക്കാണ് വരുന്നത്. നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ലാക്കാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ലൈഫ് അതിൻ്റെ പ്രൂഫ് റിപ്പീറ്റഡ്ലി കാണിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ ഒരു അബണ്ടൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്ലോലി നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കൺമുന്നിൽ കാണും. അപ്പോൾ നമ്മുടെ എനർജി മാറും, കോൺഫിഡൻസ് മാറും, ലൈഫ് തന്നെ മാറാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ഒരിക്കലും വാലറ്റ് എംപ്റ്റി ആക്കരുത്, മൈൻഡ് എംപ്റ്റി ആക്കരുത്, ഹോപ്പ് എംപ്റ്റി ആക്കരുത്. എവറി സിംഗിൾ ഡേ ട്രെയിൻ യുവർ മൈൻഡ് ടു ഫീൽ ബ്ലെസ്ഡ്, സപ്പോർട്ടഡ് ആൻഡ് അബണ്ടന്റ്. ആൻഡ് വൺ ഡേ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, മണി ഫ്ലോ തുടങ്ങിയത് വാലറ്റ് ചേഞ്ച് ചെയ്തത് കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റ് കൂടി ചേഞ്ച് ചെയ്തത് കൊണ്ടാണ്. If you truly believe abundance is coming into your life, just comment below, I am ready for abundance, I am ready for abundance, I am ready for abundance. Thank you.